മൈക്രോ ഗ്രീൻ ഉണ്ടാക്കാൻ പോകട്ടെ ഞാൻ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 5-6 മണിക്കൂർ കുതിർത്ത ചെറുപയർ മുളപ്പിക്കാൻ വെച്ചു. വെറുതെ വാരി ഒന്നില്ലെങ്കിൽ ഒരു കിഴിയിൽ കെട്ടി വെക്കാത്ത, അല്ലെങ്കിൽ വെറുതെ ഒരു അരിപ്പയിലിട്ട് വെച്ച് മൂടി വെച്ചാലും പയർ മുളയ്ക്കും കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ മുളച്ച പയറിനെ നമുക്കിനി മൈക്രോ ഗ്രീൻ ആക്കാനുള്ള പ്രോസസ്സിലേക്ക് കിടക്കാം. 2 പ്ലാസ്റ്റിക് പാത്രത്തിലാണ് കേട്ടോ ഞാൻ ഇത് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്കറിയാലോ മൈക്രോ ഗ്രീനിൻ്റെ ഗുണങ്ങളൊക്കെ, കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു കോട്ടൺ തുണി നനച്ചിടാം. നമുക്ക് ഈ മുളപ്പിച്ച പയർ നമ്മൾ റെഡിയാക്കി വെച്ച പാത്രത്തിലേക്ക് ഇതുപോലെ നിരത്തി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് എല്ലാ ദിവസവും കുറച്ച് വെള്ളം നനച്ച് കൊടുക്കണം. ഒരു 5 ദിവസം കൊണ്ട് ഇത് മുളച്ച് നമുക്ക് ഇതിൽ നിന്ന് വിളവെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ 5 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. നമ്മൾ മൈക്രോ ഗ്രീൻ ഉണ്ടാക്കാൻ വെച്ചിട്ട് ഇന്ന് 7-ാം ദിവസമാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഉപയോഗിക്കാനുള്ള അത്ര വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഇത് എടുത്ത് തോരനാക്കി കഴിക്കുക കേട്ടോ. മുട്ട ചിക്കിയിട്ട് അതിലിട്ട് തോരനാക്കി കഴിക്കുക, അല്ലാതെ വെറുതെ തോരനാക്കി കഴിക്കാം. അപ്പോൾ ഈ മൈക്രോ ഗ്രീൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് അധികം സ്ഥലമോ ഒന്നും തന്നെ, മണ്ണോ ഒന്നും തന്നെ വേണ്ട. ഇതിൽ പറഞ്ഞേക്കണ പോലെ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.